പ്രിയപ്പെട്ട കൂട്ടുകാരെ, ക്വിസ് സ്റ്റേഷനിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ചില പ്രധാന ചിത്രങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും നമുക്ക് പഠിക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് യോദ്ധാക്കളുടെ ഓർമ്മയ്ക്കായി തോമസ് ബാർക്കർ വരച്ച ചിത്രമാണിത്. ഇതിൽ ബ്രിട്ടീഷ് സൈന്യാധിപനായ സർ കോളിൻ ക്യാമ്പൽ ലക്നൗ റെസിഡൻസിയിൽ കുടുങ്ങിയ ബ്രിട്ടീഷുകാരെ രക്ഷിക്കാനെത്തുന്ന രംഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ചിത്രം ഏതാണ്? ഉത്തരം റിലീഫ് ഓഫ് ലക്നൗ. അടുത്ത ചിത്രം നോക്കൂ. ഇംഗ്ലീഷ് വനിതകളും കുട്ടികളും അനുഭവിക്കുന്ന നിസ്സഹായാവസ്ഥ സൂചിപ്പിക്കുന്നതിനായി ജോസഫ് നോയൽ പാറ്റേൺ വരച്ച ഈ ചിത്രം ഏതാണ്? ഈ ചിത്രത്തിന്റെ പേരാണ് ഇൻ മെമ്മോറിയം. ജോസഫ് നോയൽ പാറ്റേൺ ഈ ചിത്രം വരച്ചത് ബ്രിട്ടനിലെ ജനങ്ങളിൽ ഭാരതീയ വിപ്ലവകാരികൾക്കെതിരെ ദേഷ്യവും സ്വന്തം നാട്ടുകാരോട് സഹതാപം വളർത്താനുമായിരുന്നു. അടുത്ത ചോദ്യം, 1857 വിപ്ലവത്തിൽ കയ്യിൽ വെടിയേറ്റതിനെ തുടർന്ന് സ്വയം കൈവെട്ടി ഗംഗാനദിക്ക് സമർപ്പിച്ച ദേശാഭിമാനിയുടെ ചിത്രമാണിത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധികൻ എന്നും ഈ വ്യക്തി അറിയപ്പെടുന്നുണ്ട്. ബീഹാർ സിംഹം എന്ന പേരിലും കൂടി അറിയപ്പെടുന്ന ഈ വ്യക്തി ആരാണ്? കൻവർ സിംഗ്. വിപ്ലവത്തിൽ പങ്കെടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് 80 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത 2 വ്യക്തികളുടെ ചിത്രങ്ങളാണ് ഇത്. ആദ്യത്തെ ആളുടെ യഥാർത്ഥ നാമം ധോണ്ടു പന്ത് എന്നാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നുമാണ്. ഈ വ്യക്തികൾ ഏതു പേരുകളിലാണ് പ്രശസ്തരായത്? ധോണ്ടു പന്ത് നാനാ സാഹിബ് എന്ന പേരിലും രാമചന്ദ്ര പാണ്ഡുരംഗ് താന്തിയോ തോപ്പി എന്ന പേരിലും. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്കുവഹിച്ച പയാം ഇ ആസാദി എന്ന ഉറുദു പത്രം സ്ഥാപിച്ച 1857 വിപ്ലവത്തിന്റെ രാഷ്ട്രീയ പ്രചാരകൻ എന്നറിയപ്പെടുന്ന ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ഗാനമായി കണക്കാക്കുന്ന ഹം ഹേ ഇസ്കെ മാലിക് ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ചതും ഇദ്ദേഹമാണ്. ആരാണിത്? അസീമുല്ല ഖാൻ. നാനാ സാഹിബിന്റെ പ്രധാന ഉപദേശകനായിരുന്നു ഇദ്ദേഹം. ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഫോട്ടോ എടുക്കപ്പെട്ട ഒരേ ഒരു മുഗൾ ചക്രവർത്തിയുടെ ചിത്രമാണിത്. ആരാണിത്? അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമന്റെ രോഗശയ്യയിലുള്ള പ്രശസ്തമായ ചിത്രം. 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി വന്ദേ മാതരം ആലപിച്ച വ്യക്തിയാണ് ചിത്രത്തിലുള്ളത്. ആരാണിത്? രവീന്ദ്രനാഥ ടാഗോർ. മറ്റൊരു പ്രശസ്തയായ വ്യക്തിയുടെ ചിത്രമാണിത്. 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി ജനഗണമന ആലപിച്ച വനിതയാണ് ഇത്. ഭാരത് സ്ത്രീ മഹാമണ്ഡൽ എന്ന പ്രസ്ഥാനവും സ്ഥാപിച്ചു. ആരാണ് ഇത്? സരളാദേവി ചൗധുറാണി. ടാഗോർ രചിച്ച ഗാനം ആദ്യമായി ആലപിച്ചത് ടാഗോറിന്റെ സഹോദരി പുത്രിയായ സരളാദേവി ചൗധുറാണിയാണ്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായ ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി രചിച്ച ഈ മലയാളിയുടെ പേരെന്താണ്? ഇദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള സിനിമയാണ് കേസരി ചാപ്റ്റർ 2. അതിൽ ഈ വ്യക്തിയായിട്ട് അഭിനയിച്ചത് അക്ഷയ് കുമാർ ആയിരുന്നു. ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ. പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന മൈക്കൽ ഒഡയർക്കെതിരെ ഇദ്ദേഹം ലണ്ടൻ കോടതിയിൽ കേസ് നടത്തിയത് ചരിത്ര പ്രസിദ്ധമാണ്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കേസരി ചാപ്റ്റർ 2 എന്ന ബോളിവുഡ് ചിത്രം നിർമ്മിച്ചത്. 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനം മുതലാണ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചു തുടങ്ങിയത്. നന്ദലാൽ ബോസ് വരച്ച ഒരു ചിത്രമായിരുന്നു ആദ്യമായി പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയത്. ഈ ചിത്രം ഏത്? ഗ്രാമീണ ചെണ്ടക്കാരൻ അല്ലെങ്കിൽ ദ വില്ലേജ് ഡ്രമ്മർ.
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട സ്മാരകമാണിത്. സ്മാരകത്തിന്റെ പ്രവേശന കവാടത്തിൽ ഉദ്ധം സിംഗിന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ചിത്രത്തിലുള്ള സ്മാരകം തിരിച്ചറിയുക. ഈ സ്മാരകത്തിന്റെ പേര് അമർ ജ്യോതി എന്നാണ്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിന്നുകൊണ്ട് തന്നെ നാട്ടുരാജ്യങ്ങൾക്ക് സ്വയം ഭരണ പദവി ആവശ്യപ്പെട്ടുകൊണ്ട് ആരംഭിച്ച 1916 രൂപം കൊണ്ട പ്രസ്ഥാനത്തിന്റെ പതാകയാണിത്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകനും തമിഴ്നാട്ടിലെ അടയാറിൽ നേതൃത്വം നൽകിയത് ആനി ബസന്റുമാണ്. പ്രസ്ഥാനം ഏത്? ഹോം റൂൾ പ്രസ്ഥാനം. അയർലൻഡിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യയിലും ഇത് ആരംഭിച്ചത്. ഇത്രയും ചോദ്യങ്ങളും ചിത്രങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക്